മനുഷ്യ ഞാനിപ്പോൾ നിൽക്കുന്നത് മോഹൻരാജിന്റെ മരണം സംഭവിച്ച കാഞ്ഞിരംകുളത്തെ വീട്ടിലാണ്. ഏതാണ്ട് വൈകിട്ട് 6 മണിയോടുകൂടിയായിരുന്നു മരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദീർഘകാലമായി വിവിധ ബാധിതനായി ചികിത്സയിലായിരുന്നു. ചെന്നൈയിലും തിരുവനന്തപുരത്തും അടക്കം വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു മോഹൻരാജ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മൃതദേഹം പൊതുദർശനത്തിന് വെക്കാനുള്ള നടപടികളടക്കം പുരോഗമിക്കുകയാണ്. ഇവിടെ സംസ്കാര പരിപാടികൾ മറ്റും ആസൂത്രണം ചെയ്യുവാൻ ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം എത്തുകൂടിയിട്ടുണ്ട്. അതിൽ കുടുംബം, മോഹൻരാജിന്റെ കുടുംബം എന്ന് പറയുന്നത് ഭാര്യയും 2 പെൺകുട്ടികളുമാണ്. പെൺകുട്ടികളിൽ ഭാര്യയും മൂത്ത മകളും ചെന്നൈയിലാണ് താമസം. ഇരുവരും ഇവിടെ നാട്ടിലെത്തിയാൽ മറ്റ് സംസ്കാര പരിപാടികളിലേക്ക് കടക്കും എന്നാണ് ജ്യേഷ്ഠൻ അല്പസമയം മുമ്പ് നമ്മളോട് അറിയിച്ചത്. മറ്റൊരു മകൾ കാനഡയിലാണ്. കാനഡയിലുള്ള മകൾ നാട്ടിലെത്തുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്നും പറയുന്നു. നാളെ വൈകിട്ടത്തോടെ സംസ്കാര പരിപാടികൾ മറ്റും പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. മോഹൻരാജ് ദീർഘകാലമായി രോഗബാധിതനായിരുന്നു. ന്യൂമോണിയ അടക്കമുള്ള അസുഖങ്ങൾ ഇദ്ദേഹത്തെ ശല്യപ്പെടുത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്. 69-ാം വയസ്സിലാണ് മോഹൻരാജിന്റെ മരണം നടക്കുന്നത്. ദീർഘകാലം മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമായിരുന്നു. പ്രത്യേകിച്ച് വില്ലൻ വേഷങ്ങൾ, അസാധാരണമായ വില്ലൻ വേഷങ്ങൾ കൊണ്ട് വലിയ സാന്നിധ്യം ഉറപ്പിച്ച ഒരു വ്യക്തിത്വമാണ്. പ്രത്യേകിച്ച് സിബി മലയിൽ സംവിധാനം ചെയ്ത കിരീടം സിനിമയിലെ കീരിക്കാടൻ ജോസ് എന്ന പേരിൽ അറിയപ്പെടുക ചെയ്ത ഒരു കഥാപാത്രത്തിന്റെ പേരിൽ ജീവിതകാലത്തിന്റെ ഒരു വലിയ ഭാഗത്തിൽ അറിയപ്പെട്ടു എന്നുള്ളത് അദ്ദേഹത്തിന്റെ കലാജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. പിന്നീട് അങ്ങോട്ട് പല വില്ലൻ വേഷങ്ങളും അസാധാരണമായ രീതിയിൽ അഭിനയിച്ച് ഫലിപ്പിച്ച അദ്ദേഹം മലയാളത്തിൽ മാത്രമല്ല തെലുങ്ക്, തമിഴ് അടക്കമുള്ള മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും വലിയ സാന്നിധ്യം ഉറപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെയും വില്ലൻ കഥാപാത്രങ്ങളായിരുന്നു അദ്ദേഹം പ്രധാനമായും കാഴ്ചവെച്ചിട്ടുള്ളത്. മലയാള സിനിമയിലെ 6-ാം തമ്പുരാനിലെ ചെങ്കുളൻ മാധവനൊക്കെ മലയാള സിനിമാ പ്രേക്ഷകർ ഒരിക്കലും മറക്കാത്ത കഥാപാത്രങ്ങളാണ് കിരിക്കാടൻ ജോസിന്റേത്, മോഹൻരാജിന്റേത് എന്ന് പറയാം. ഏതായാലും ഇപ്പോൾ കുടുംബങ്ങളും ബന്ധുമിത്രാദികളും അടക്കം വലിയ ദുഃഖത്തിലാണ്. ഇവിടെ കാഞ്ഞിരംകുളത്തെ വീട്ടിൽ നാട്ടുകാരടക്കം വലിയ ദുഃഖം രേഖപ്പെടുത്തുന്നുണ്ട്. നാട്ടുകാരുമായി വലിയ ബന്ധം പുലർത്തിയിരുന്ന കലാകാരനായിരുന്നു എന്ന് ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും സംസ്കാര പരിപാടികളിലേക്കും മറ്റും കടക്കുകയാണ് കുടുംബവും നാട്ടുകാരും എന്നുള്ളതാണ്. അനീഷ.